ജൂൺ 25 നടക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ലെ സീറ്റ് വിഭജനത്തിനായി ഉഭയകക്ഷി ചർച്ചയ്ക്ക് CPM. ഇടതുമുന്നണിയിൽ CPI, കേരള കോൺഗ്രസ് M, RJD, NCP എന്നീ പാർട്ടികൾ അവകാശവാദം ഉന്നയിച്ച സാഹചര്യത്തിലാണ് ചർച്ച. CITU സംസ്ഥാന സെക്രട്ടറി എളമരം കരീം, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി എന്നിവരുടെ രാജ്യസഭാ കാലാവധിയാണ് ജൂലൈ 1 അവസാനിക്കുന്നത്. ഇതിൽ 2 സീറ്റിലാണ് LDF-ന് വിജയിക്കാൻ കഴിയുക. ഇതിലൊരു സീറ്റ് CPM ഏറ്റെടുക്കും. അവശേഷിക്കുന്ന ഒരു സീറ്റിൽ CPI, കേരള കോൺഗ്രസ് M എന്നിവരെ കൂടാതെ RJD, NCP എന്നീ പാർട്ടികളും ആവശ്യം ഉയർത്തി കഴിഞ്ഞു. ഇതോടെ രാജ്യസഭാ സീറ്റിൽ രൂപപ്പെട്ട തർക്കം പരിഹരിക്കാൻ CPM ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യ ചർച്ച മാണി ഗ്രൂപ്പുമായിട്ടാകും നടത്തുക. വിട്ടുവീഴ്ചയില്ലാതെ CPI നിലകൊള്ളുന്നതിനാൽ ഇരു പാർട്ടികൾക്കും 6 വർഷത്തെ രാജ്യസഭാ കാലാവധി വിഭജിച്ച് നൽകാനും ആലോചനയുണ്ട്. മാണി ഗ്രൂപ്പിന് 2 വർഷവും അവശേഷിക്കുന്ന 4 വർഷം CPIക്കും എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ സജീവമായി നടക്കുന്നത്. എന്നാൽ ഏതു പാർട്ടിക്ക് ആദ്യ ഊഴം എന്നതാണ് മറ്റൊരു തർക്കം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് ഭൂരിപക്ഷമില്ലെങ്കിൽ ഇടയ്ക്ക് നടക്കുന്ന കൈമാറ്റത്തിൽ വിജയിക്കാൻ കഴിയാതെയും വരും. ശ്രേയാംസ് കുമാറിന് വേണ്ടിയാണ് RJD സീറ്റ് ചോദിക്കുന്നത്. PC ചാക്കോയെ രാജ്യസഭയിലെത്തിക്കാൻ NCPയും ആഗ്രഹിക്കുന്നു. എന്നാൽ CPI, കേരള കോൺഗ്രസ് M എന്നീ പാർട്ടികളെ മാത്രമാകും രാജ്യസഭയിലേക്ക് CPM പരിഗണിക്കുക. ജനം, തിരുവനന്തപുരം.